ഹലോ എവരി വൺ, വെൽക്കം ടു വഞ്ചനാട് കിച്ചൻ. ഐ ആം ഷെഫ് വിനോദ്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ വളരെ രുചിയോടുകൂടിയുള്ളൊരു കടലക്കറിയാണ്. അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. സാധാരണ നമ്മൾ കടല തലേന്നേ കുതിർത്തിട്ടിട്ടാണ് നമ്മൾ കടലക്കറി വെക്കുന്നത്. ഇത് എനിക്കിവിടെ ഓൾറെഡി കുതിർത്ത കടലയാണ് കിട്ടിയിരിക്കുന്നത്. ടിന്നകത്ത് വരുന്നതാണ്, അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കടലക്കറി വെക്കാൻ വേണ്ടി നമുക്കൊരു സോസ് പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണയൊന്ന് ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്തിടാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങാക്കൊത്ത് കടലക്കറിക്ക് നല്ലൊരു ടേസ്റ്റ് തരും, അതിനാണ് നമ്മൾ തേങ്ങാക്കൊത്ത് ചേർക്കുന്നത്. തേങ്ങാക്കൊത്ത് ഒത്തിരി കരിയാതെ ശ്രദ്ധിക്കണം. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ട് വഴന്നിട്ടുണ്ട്, അതിലേക്ക് നമുക്കൊരു 3 പച്ചമുളക് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 സവോള ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൂടെ നമുക്ക് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. സവോള നന്നായിട്ട് വഴന്നിട്ടുണ്ട്, അതിലേക്ക് നമ്മുടെ പൊടികളൊക്കെ ചേർക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. കാശ്മീരി ചില്ലി കടലക്കറിക്ക് നല്ലൊരു കളർ കിട്ടും, അതിനാണ് ഞാൻ കാശ്മീരി ചില്ലി ചേർത്തിരിക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരപ്പൊടി. പെരിഞ്ജീരപ്പൊടി കടലക്കറിക്ക് നല്ലൊരു ഫ്ലേവർ വരും, അതിനാണ് നമ്മൾ പെരിഞ്ജീരപ്പൊടി എക്സ്ട്രാ ചേർത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല ചൂടാക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, തീ വളരെ സിമേ വെച്ചേ ചെയ്യാവുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ മസാല കരിഞ്ഞു പോകും. മസാലയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 1 തക്കാളി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി നന്നായിട്ട് അലുത്ത് വരണം. 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്, അതൊന്നും ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒഴിച്ച വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കടല ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ടിന്നിൽ കിട്ടുന്ന കടല ഓൾറെഡി കുക്ക്ഡ് ആണ്, അതുകൊണ്ട് നമുക്കൊരു 20 മിനിറ്റ് ചെറു തീയിൽ വെച്ച് കുക്ക് ചെയ്യാം, കടലയിൽ ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി. ഒരു ലിഡ് വെച്ച് നമുക്ക് അടച്ചു വെക്കാം. $20 മിനിറ്റ് ആയിട്ടുണ്ട്. ലിഡൊക്കെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. തുറന്ന് വെച്ച് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. കടലക്കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് തേങ്ങാപ്പാൽ ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചാൽ തിളയ്ക്കാൻ വിടരുത്, നമ്മൾ ഓഫ് ചെയ്ത് വെക്കണം. തേങ്ങാപ്പാൽ കടലക്കറി ചേർക്കുമ്പോൾ അസാധ്യ ടേസ്റ്റാണ്, അതിനാണ് നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുന്നത്. കടലക്കറി ഫിനിഷ്ഡ് ആണെങ്കിൽ ഒരു താളിപ്പൂട വേണം. നമുക്കൊരു താളിപ്പൂട തയ്യാറാക്കാം. കടുകും കുഞ്ഞുള്ളിയും കറിവേപ്പിലയും വറ്റലമുളകും. താളിപ്പ് സൂപ്പറായിരിക്കും. താളിപ്പ് റെഡി ആയിട്ടുണ്ട്. കറിയിലേക്ക് നമുക്ക് ചേർക്കാം. നമുക്കൊന്ന് അടച്ചു വെക്കാം. കടലക്കറി റെഡി ആയിട്ടുണ്ട്. പുട്ടില്ലാതെ മലയാളിക്ക് എന്ത് കടലക്കറി. നമുക്കൊന്ന് പ്ലേറ്റ് ചെയ്യാം. കടലക്കറി പുട്ടിന് മാത്രമല്ല, ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ്. ആവി പറക്കുന്ന പുട്ടിലേക്ക് ചൂടോടെ കടലക്കറി ഒഴിച്ച് കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് അപാര ടേസ്റ്റ് തന്നെയാണ്. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചപ്പോഴത്തേക്ക് കടലക്കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്, അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. പുട്ടും കടലയും കഴിക്കാത്ത മലയാളികളുണ്ടോ? വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ, മലയാളികൾക്ക് മറക്കാൻ പറ്റാത്ത ബ്രേക്ക്ഫാസ്റ്റ്. ചൂട് പുട്ടിൻ്റെ കൂടെ ചൂട് കടലക്കറിയും കൂട്ടിക്കുഴച്ച് കഴിക്കുമ്പോൾ ആ തേങ്ങാക്കൊത്തൊക്കെ അവിടെ കടിക്കുമ്പോൾ ഉള്ള ടേസ്റ്റ് ഉണ്ടല്ലോ, അപ്പാര ടേസ്റ്റ് തന്നെയാണ്. നല്ല അടിച്ചൊരു ചായ, നല്ലൊരു കോമ്പിനേഷൻ. എരിയുള്ള ആഹാരത്തിൻ്റെ കൂടെ ചായ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലോ, അത് അനുഭവിച്ച് തന്നെ അറിയണം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു കറിയാണ് കടലക്കറി, വളരെ ഹെൽത്തിയുമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജ് വഞ്ചനാട് കിച്ചൻ, ഇൻസ്റ്റഗ്രാം, ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ എന്നെ അറിയിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ റെസിപ്പി താല്പര്യമുണ്ടെങ്കിൽ അതും എനിക്ക് മെസ്സേജായിട്ട് അയച്ചാൽ ഞാൻ ട്രൈ ചെയ്യാം. അപ്പം അടുത്ത ദിവസം കിടിലൻ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. ബൈ ടുഡേ. താങ്ക് യു വെരി മച്ച്.